അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. വെയിറ്റ് വെക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ആക്കിക്കോട്ടോ. നമുക്കിടയിൽ ഒത്തിരി ഭക്ഷണം കഴിച്ചിട്ടും തടി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ. എത്ര ഭക്ഷണം കഴിച്ചാലും അവർ തടി വെക്കുന്നില്ല. അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്ന കുറച്ച് പേര് നമുക്കിടയിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ തടി വെക്കാൻ ആഗ്രഹമുള്ളവർ പീനട്ട് നമ്മൾ തലേദിവസം നൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് രാവിലെ നമ്മൾ ഒരു ഗ്ലാസ് പച്ച വെള്ളത്തിൻ്റെ കൂടെ നമ്മളിത് വെറുതെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ചെയ്യുന്ന ഒരു ഐറ്റാട്ടോ. പെട്ടെന്ന് റിസൾട്ട് കിട്ടും. നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ, മാക്സിമം ഒരു മാസമെങ്കിലും നിങ്ങളിത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല പോലെ നിങ്ങൾക്ക് തടി വെക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ കടല, നമ്മൾ പുട്ടിന് റെഡിയാക്കി എടുക്കുന്ന ബ്ലാക്ക് കളറുള്ള കടല ഉണ്ടല്ലോ, അതും നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് രാവിലെ കുക്കറിൽ ഒരല്പം ഉപ്പിട്ട് വേവിച്ചിട്ട് രാവിലെ തന്നെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാട്ടോ. ഒരു മാസം നമ്മളങ്ങനെ കഴിച്ചെടുത്താൽ മതിയാവും. അതേപോലെ തന്നെ നമ്മളിവിടെ വെയിറ്റ് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ജ്യൂസ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഐറ്റാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ ചെറിയ നേന്ത്രപ്പഴം ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റാണ്. ക്യാരറ്റ് നമ്മുടെ മുഖം സൗന്ദര്യം വെക്കാനും അതേപോലെ തന്നെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആവാനൊക്കെ ഉപയോഗിക്കുന്ന നല്ലൊരു അടിപൊളി ആയിട്ടാണ് നമ്മുടെ ക്യാരറ്റ്. അതേപോലെ തന്നെ നമ്മുടെ ഈത്തപ്പഴം നമ്മൾ ഡെയിലി രാവിലെ 1-2 ഈത്തപ്പഴം നല്ല പോലെ കഴിച്ചു കഴിഞ്ഞാലും നല്ല റിസൾട്ടാണ് നമുക്ക് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതാ ഒരു 10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കൈപ്പിടിയോളം പീനട്ട്. ഇതാണ് നമുക്ക് കൂടുതൽ വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ പീനട്ട് ബട്ടർ ചേർത്ത് കൊടുത്താലും മതിയാവും. അതിനെക്കാട്ടും എഫക്റ്റീവാണ് നമുക്ക് കടല വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നമ്മൾ കഴിക്കുന്നത്. പിന്നെ ഞാനിതാ 2 ഞാലിപ്പൂവൻ എടുത്തിട്ടുണ്ട്. ഞാലിപ്പൂവൻ ഞാൻ എൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായപ്പോൾ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ഈ ഒരു അണ്ടിപ്പരിപ്പും നമ്മുടെ ഈത്തപ്പഴം കടല വേണമെങ്കിൽ വേവിച്ചെടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്കിത് ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റ് തന്നെ നമ്മൾ പാലിലേക്ക് ഇട്ട് അടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്യാരറ്റും ഈത്തപ്പഴം അണ്ടിപ്പരിപ്പും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. നിങ്ങളത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇനി നമുക്ക് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഈത്തപ്പഴം കുരു ഒന്ന് കളഞ്ഞ് എടുക്കാം. ഇതേപോലെ നമുക്കൊന്ന് കുരുവന്ന് കളഞ്ഞെടുക്കാം. ജസ്റ്റ് നമുക്കൊന്ന് ചൂടാക്കി ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്ത് അതിന് പകരം നിങ്ങളൊന്ന് വെള്ളത്തിൽ കുതിർത്തി എടുത്താലും മതിയാവും കേട്ടോ. നമ്മളെല്ലാ ഈത്തപ്പഴം ഒന്ന് കുരു ഒന്ന് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒരു 3 മിനിറ്റൊക്കെ നമ്മളിതൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ ഒരല്പം വെള്ളത്തിൽ ഇതേപോലെ നമുക്കൊന്ന് ചൂടാക്കി. ഇതിന് പകരം നിങ്ങൾക്ക് പാൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം ഇനി ഇത് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു പഴം ഒന്ന് ചെറിയ കഷ്ണമാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ പീനട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടെടുത്തിട്ടില്ല കേട്ടോ. ചൂടുവെള്ളത്തിൽ നമ്മൾ ഇട്ടെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകും. അതിനാണ് നമ്മളത് ചെയ്തെടുക്കാറുള്ളത്. ഇതിങ്ങനെ കുതിർത്തി കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. നമ്മൾ എന്താ പറയുക, തടി വെക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങളിത് ചൂടുവെള്ളത്തിൽ ഇട്ടെടുക്കരുത് കേട്ടോ.
നമ്മളിതാ പഴമൊക്കെ ഇവിടെ എല്ലാം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കഷ്ണങ്ങളില്ലാത്ത രീതിയിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഇനി ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ചേർത്തെടുത്ത പഴത്തിൻ്റെ കൂടെ തന്നെ ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ റെഡിയാക്കി എടുത്ത നമ്മുടെ ആ ഒരു ഈത്തപ്പഴം, അതേപോലെ ക്യാരറ്റും നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു വെള്ളം നല്ല ചൂടാട്ടോ. അപ്പം ഇതിപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതിവിടെ മാറ്റി വെക്കുക, ഒന്ന് തണുക്കട്ടെ. നമ്മൾ പാല് ചേർക്കുന്നതിനോടൊപ്പം നമുക്ക് ഈ ഒരു വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരല്പം പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ഫ്രീസ് ചെയ്തെടുത്ത നമ്മുടെ ഈ ഒരു പാല് ഇതും കൂടെ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ആ ഒരു വെള്ളവും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം. അപ്പോൾ ഞാനിതിൽ പഞ്ചസാര ചേർത്തെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് ഈ ഒരു പാലൊന്ന് മെൽറ്റായി എടുക്കുന്നവരെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ഗ്ലാസ് ബൗളിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെയിറ്റ് വെക്കാനുള്ള അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ഇതിന് പകരം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മുടെ മിക്സ്ഡ് ഡ്രൈ ഫ്രൂട്ട്സ്. ചെറിയ പ്രൈസേ ഉള്ളൂ കേട്ടോ. ഹണി ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാവർക്കും അറിയായിരിക്കാം. അതൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ നിങ്ങൾ ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഐറ്റമാണ് അതും. അപ്പം അങ്ങനെയൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാങ്ങിക്കുക. ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുന്ന ഈ ഒരു ജ്യൂസിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മീതെ വേണമെങ്കിൽ ബൂസ്റ്റ് പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ പഞ്ചസാര ചേർത്തെടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇതിന് പകരം ഹണി വേണമെങ്കിൽ ഹണി ചേർത്തെടുക്കാം കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും കേട്ടോ. ഹണി ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കിട്ടും. അതൊരു ബോട്ടിലാണ് കിട്ടുക. അപ്പോൾ അത് നമുക്കൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും നമുക്കിതിലേക്ക് പഞ്ചസാരയുടെ മധുരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർത്തെടുത്തിട്ടില്ല. നമുക്കിവിടെ ഈത്തപ്പഴത്തിൻ്റെയും അതേപോലെ തന്നെ പഴത്തിൻ്റെയൊക്കെ നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തടി വെക്കാൻ ആഗ്രഹമുള്ളവരും അതേപോലെ തന്നെ നല്ല മുഖസൗന്ദര്യം ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഭക്ഷണം കഴിച്ചിട്ട് തടി വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം പെട്ടെന്ന് തന്നെ ട്രൈ ആക്കിക്കോട്ടോ. 7 ദിവസത്തിനുള്ളിൽ നമുക്കിതിന് എഫക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ട് തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.